ഈ നല്ല സമയത്തിനെ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ ചെറിയ കൂട്ടുകാരികളും ഈ ജൂനീസ് വേൾഡ് കാണണം. ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു. ഇപ്പോൾ വാക്യം പറയാം. സങ്കീർത്തനം 116 8 വാക്യം. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. വാക്യം എന്താണ് കർത്താവായ യഹോവ പറയുന്നത്? നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മൾ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവ് അത് വിടുവിക്കുന്നു. പിന്നെ കാലിനെ വീഴ്ചയിൽ നിന്നും, കാലുകളെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതികൂല പ്രതിസന്ധികളെല്ലാം കർത്താവ് വിടുവിക്കുന്നു. അതാണ് പറയുന്നത്. പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുന്നു. മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വിടുതൽ കൊടുക്കുന്ന കർത്താവ് യേശുപ്പച്ചൻ നമുക്ക് അത്ഭുതം ചെയ്യും. ജീവിതം നന്നാകുവാൻ കൃപ നൽകി തരുന്നു. അതിന് വാക്യം വായിക്കുമ്പോൾ കർത്താവ് നമ്മയോട് സംസാരിക്കുന്നത്, ഇടപെടുന്നത് അറിയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വാക്യം വായിക്കാം. അതിന് മുൻപിലത്തെ വാക്യം എന്താ പറയുന്നത്? എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. യഹോവ നമുക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മനം സ്വസ്ഥമായിട്ട് ആയിരിക്കാൻ നമ്മൾ ഇടയാകണം. നമ്മളെ സ്വസ്ഥ ഉള്ള ആത്മാവ്, സ്വസ്ഥത, കർത്താവിൽ സ്വസ്ഥയോടെ ഇരിക്കാൻ. കർത്താവ് പറയുന്നു, നിൻ്റെ കാലിനെ മരണത്തിൽ നിന്നും, വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുന്ന കർത്താവ്. എത്ര നല്ല കർത്താവ് നമുക്കുള്ളത്. കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ പാടാം, കർത്താവിന് വേണ്ടി ജീവിക്കാം. യേശുവിന് വേണ്ടി മാത്രം ജീവിച്ചാലും നല്ലത്. ലോകത്തിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവ് തൻ്റെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. എങ്ങനെ? യേശു വീണ്ടും വരുമ്പോൾ നമ്മൾ ഒരുക്കപ്പെട്ടവരായി ബുദ്ധിയുള്ള കനികയെ പോലെ ആയിരിക്കാൻ നമ്മളെ തന്നെ സഹായിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. സദൃശവാക്യം 14:1 എന്താണ് പറയുന്നത്? ബുദ്ധിയായവളോ തൻ്റെ ഭവനം പണിയുന്നു, ബുദ്ധിയില്ലാത്തവളെ ഇടിച്ചു കളയുന്നു. അതുകൊണ്ട് നമ്മൾ ഭവനം പണിയുവാനും ജീവിതം പണിയുവാനും ഇടയാകട്ടെ. കർത്താവ് വരുന്നിടത്തോളം കാലം നമ്മളെ അവൻ്റെ ചിറകിൻ്റെ മറവിൽ സൂക്ഷിക്കുന്നു. നീ എല്ലായ്പ്പോഴും ചുമ്മാതിരിക്കുക, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് കർത്താവ് പറയുന്നു. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ യേശുവുണ്ട്. അന്നേരം നീ സ്വസ്ഥതയോടെ ആയിരിക്കുക എന്ന് പറയുന്നു, ബൈബിൾ പറയുന്നു. ഈ വാക്യമൊക്കെ നമ്മൾ ധ്യാനിക്കുക. എന്താണ് ഞാൻ പറയുന്നത്? എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്ന കർത്താവ്. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ആമീൻ, ആമീൻ, ആമീൻ.